CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റോസ്റ്റിൻ ഗ്രിഫീസ് എന്ന മുംബൈ സിറ്റിയുടെ സൂപ്പർ താരത്തെ മുംബൈ സിറ്റി തന്നെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ക്വാമി പെപ്പറയുടെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ റോസ്റ്റിൻ ഗ്രിഫീസ് ഇനി ISL ഉണ്ടാവില്ല എന്നാണ്. ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പ്രശസ്ത മാധ്യമമായ IFT ന്യൂസ് മീഡിയ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന കലിംഗ സൂപ്പർ കപ്പിലെ നോക്കൌട്ട് മത്സരത്തിൽ ഒഡീഷ FCക്കെതിരെ മുംബൈ സിറ്റി കളിച്ചപ്പോൾ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ റോസ്റ്റിൻ ഗ്രിഫീസ് എന്ന ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് മുംബൈ സിറ്റി FC റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ റോസ്റ്റിൻ ഗ്രിഫീസ് എന്ന ഈ ഒരു താരത്തെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണമായി പറഞ്ഞിട്ടുള്ളത് ഒഡീഷ FCക്കെതിരായുള്ള സൂപ്പർ കപ്പിലെ മത്സരത്തിൽ താരത്തിന്റെ മത്സരത്തിനിടയിലുള്ള അലമ്പും കൂടാതെ തന്നെ മത്സരത്തിന് ശേഷം ഗ്രിഫീസ് ആരാധകരോട് നടത്തിയ നെറികേടുമാണ്. ഏതായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മീഡിയ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുംബൈ സിറ്റിയുടെ മത്സരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മാത്രമേ റോസ്റ്റിൻ ഗ്രിഫീസ് എന്ന ഈ ഒരു താരത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടി ഗാനയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ക്വാമി പെപ്പറ. താരത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്നുകൊണ്ട് ഈ ഒരു ISL സീസൺ മുഴുവൻ താരത്തിന് നഷ്ടമാവുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമി പെപ്പറയുടെ ഇഞ്ചുറിയുമായി അനുബന്ധിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിട്ട അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. ജംഷഡ്പൂർ FCക്കെതിരായ ഞങ്ങളുടെ സമീപകാല ഏറ്റുമുട്ടലിനിടെ ക്വാമി പെപ്പറ എന്ന സൂപ്പർ താരത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. സമഗ്രമായ മെഡിക്കൽ വിലയിരുത്തലിന് ശേഷം സീസണിന്റെ ശേഷിക്കുന്ന കാലയളവിൽ പെപ്പറക്ക് കളിക്കാൻ സാധിക്കില്ല എന്നത് ക്ലബിനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ പെപ്പറക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. അവൻ ഞങ്ങളുടെ കോട്ടയിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ ഉടൻ തന്നെ പെപ്പറയെ വീണ്ടും കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ ക്വാമി പെപ്പറയുടെ ഇഞ്ചുറിയുമായി അനുബന്ധിച്ചുള്ള റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 10K എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.